ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് ടിപ്സുകൾ പറയാം. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് റഫ് ടെക്സ്ചർ ആയിരിക്കും, അതായത് ഒരു സ്മൂത്ത് ലുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല ഫ്ലേക്കി ആയിരിക്കും. അപ്പൊ ഫ്ലേക്കി എന്ന് പറയുമ്പോൾ സ്കിന്ന് നന്നായിട്ട് പീലാകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പീലാകുന്നത് കാരണം നമ്മുടെ സ്കിന്നിൽ ക്രാക്സും കാര്യങ്ങളും വരാനുള്ള ചാൻസും കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡ്രൈ സ്കിന്നിൽ ഫൈൻ ലൈൻസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനായിട്ട് നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ സെറാമൈഡുകൾ, ഹൈലറോണിക് ആസിഡ്, ഗ്ലിസറിൻ ഇങ്ങനെയുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഓയിലായിട്ട് നമ്മൾ ജോജോബ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ഓയിൽ അല്ല എന്നുണ്ടെങ്കിൽ സിറമായിട്ട് ഹൈലറോണിക് ആസിഡിന്റെ സിറം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെറാമൈഡ് റിച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുവിധം നമുക്ക് ഡ്രൈ സ്കിന്നെ നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. മാത്രമല്ല സ്കിൻ കെയറിൽ മോർണിംഗ് കെയറും നൈറ്റ് കെയറും പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മോർണിംഗ് കെയർ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്യുക, അതുപോലെ തന്നെ ടോണർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് നല്ലൊരു സിറം യൂസ് ചെയ്യുക, പിന്നെ എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പിന്നെ നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റ് കെയർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ മിസെല്ലാർ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മേക്കപ്പ് കാര്യങ്ങൾ റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുക, പിന്നെ നമ്മൾ നല്ലൊരു ടോണർ യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.